ഹലോ, സെയിൽ വീഡിയോ ആണ്. കുറച്ച് ദിവസമായി ഞാൻ സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ട്. നമുക്ക് പെൻഡിങ് പാക്കിങ്ങുകളുടെ തിരക്കായിരുന്നു കേട്ടോ. കഴിഞ്ഞ 1 വീക്കായിട്ട് നമ്മൾ വ്യാഴം മോർണിംഗ് വരെ, തിങ്കൾ തൊട്ട് വ്യാഴം മോർണിംഗ് വരെ നമ്മൾ പെൻഡിങ് പാക്കിംഗ് ആയിരുന്നു ചെയ്തത്. അതിൽ വ്യാഴാഴ്ച നമുക്ക് അത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം ലോഡ് വന്നു. അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വലിയ ലോഡല്ല കേട്ടോ, ചെറിയ ലോഡ്. ഇപ്പോൾ ഞാൻ കുറച്ച് ചെറിയ രീതിയിലുള്ള ലോഡുകളെ കളക്ട് ചെയ്യുന്നുള്ളൂ, വേറൊന്നുമല്ല. നമുക്ക് പെൻഡിങ് ഓർഡർ ഒത്തിരി പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ബൾക്കായിട്ട് ഇപ്പോൾ നേരത്തെ വരുന്ന അത്രയും റോസുകളൊന്നും ഞാൻ എടുക്കുന്നില്ല. കുറച്ച് റോസുകളാണ്. പിന്നെ നമുക്ക് വീഡിയോ ഇടാതിരിക്കാനും നിവർത്തിയില്ല. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടണം. അപ്പോൾ അതിനുവേണ്ടി സെയിലൊന്ന് സ്റ്റോപ്പായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ വീഡിയോ ലെങ്തി ആണ്. അതിൽ പരിഭവം വിചാരിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും പെട്ടെന്ന് പോകുന്ന സെയിൽ വീഡിയോ ആണ് ഇഷ്ടം. ഞാൻ എൻ്റെ സെയിൽ വീഡിയോയിൽ ഗാർഡൻ്റെ അപ്ഡേറ്റ്സ് ആണെങ്കിലും പ്ലാന്റ്സിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ആണെങ്കിലും എല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് മെയിനായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, നാളെ വൈകിട്ട് 6 മണിക്ക് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനലിൽ നിന്ന് പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും പ്ലാന്റ്സിനായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നവരാണെങ്കിലും മസ്റ്റായിട്ടും ആ വീഡിയോ കാണണം കേട്ടോ. കാരണം ഒത്തിരി സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ആ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്, നമ്മുടെ പ്ലാന്റ്സിൻ്റെ പർച്ചേസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക. നമ്മൾ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും കാണാൻ വേണ്ടിയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഗാർഡനിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഗാർഡനെ പറ്റി, ആ ഗാർഡനെ കുറിച്ച് പരിചയപ്പെടണം. അതാണ് വേണ്ടത്. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളൊരു വീഡിയോ കണ്ടു ഓർഡർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പോലും സമയം കിട്ടുമ്പോൾ ആ ഗാർഡനെ പറ്റി ഒന്ന് പരിചയപ്പെടുക. നിങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട് ആകെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രീറ്റിംഗ് മെസ്സേജ് അത് മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 6 മണിക്കത്തെ വീഡിയോ കാണാൻ മറക്കണ്ട. ഞാൻ വേഗം സെയിൽ വീഡിയോയിലോട്ട് പോവുകയാണ്. കാരണം അല്ലാതെ തന്നെ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ലെങ്തി ആവും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഓർക്കിഡ് റോസിൻ്റെ മദർ പ്ലാന്റ് ആണ്. നമ്മൾ മദർ പ്ലാന്റിൻ്റെ റേറ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്യാറില്ല കേട്ടോ. നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച് ചോദിക്കുക. എൻ്റെ കാറ്റലോഗ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം പ്രീ ഓർഡർ ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ്. അപ്പോൾ അത് വലിപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ആ ഒരു റേറ്റും പിന്നെ CC ഒക്കെ വരുന്നത്. ഞാൻ ആ ഒരു വ്യത്യാസം കാണിക്കാൻ ഈ വീഡിയോയിൽ തന്നെ നമ്മുടെ സാധാ നോർമൽ സൈസ് പ്ലാന്റും ഈ വലിപ്പമുള്ള പ്ലാന്റിൻ്റെയൊക്കെ ഏകദേശം ഹൈറ്റൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ കാണുന്ന വലിപ്പത്തിലല്ലേ വീഡിയോയിൽ അത് കാണുന്നത്, എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഓർക്കിഡ് റോസിൻ്റെ നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റാണ് ഈ കാണിക്കുന്നത്. നമുക്ക് നേരെ ഇപ്പോൾ ഏതൊരു വലിപ്പമുള്ളൊരു ഒബ്ജക്റ്റും നമുക്ക് വീഡിയോയിൽ അതിൻ്റേതായ ഒരു ഇതിൽ കാണാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ വ്യത്യാസം ഉണ്ടാവും, കളറാണെങ്കിലും നിങ്ങൾ കാണുന്ന വലിപ്പമാണെങ്കിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ സ്റ്റാർട്ടിങ് സൈസ് മദർ പ്ലാന്റ് ആണ്. ഇത് അതിലും നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ ഒത്തിരി പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഞാൻ ഈ കാണിക്കുന്നത്. നിറച്ച് പൂക്കളാണ്, ഇനിയും ഒത്തിരി മുട്ടുകൾ വിരിയാനുണ്ട്. ആ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന കുലയിൽ തന്നെ ഇനിയും പൂക്കൾ വിരിയാനുണ്ട്. നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാം, ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് കോൾഡാണ്. എനിക്ക് വീഡിയോ വോയിസ് ഓവർ കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, കാരണം മൂക്ക് എപ്പോഴും അടഞ്ഞു പോകുന്ന ഒരു കേട്ടോ. അപ്പോൾ അതാ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. വലിയ പ്ലാന്റാണ്. ഈ ഓർക്കിഡ് റോസ് വാങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മറ്റ് പ്ലാന്റ്സ് ഒക്കെ നോർമൽ സൈസ് വാങ്ങുന്ന പോലെ ഓർക്കിഡ് റോസ് ഒരു ഇത്തിരിയെങ്കിലും വലിപ്പമുള്ള പ്ലാന്റ് നോക്കി എവിടെ നിന്നാണെങ്കിലും വാങ്ങുമ്പോൾ ഇത്തിരി വലിപ്പമുള്ള ആരോഗ്യമുള്ള പ്ലാന്റ് നോക്കി വാങ്ങണം കേട്ടോ. കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഓർക്കിഡ് റോസിൻ്റെ കെയറിങ് കാര്യങ്ങളൊക്കെ ഇതിനു മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുള്ളുകളില്ലാത്ത റോസാണെന്ന് എല്ലാവർക്കും അറിയാം. വളരെ ഡിമാൻഡുള്ള റോസാണ് ഓർക്കിഡ് റോസ്. എപ്പോഴും ഓർഡർ വരുന്ന റോസാണ്. അപ്പോൾ മദർ പ്ലാന്റിൻ്റെ സൈസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇതിൽ പൂവില്ലാതെ ഒരു പ്ലാന്റ് കാണിച്ചു, അത് സ്റ്റാർട്ടിങ് സൈസാണ്. നമുക്ക് 150 രൂപ തൊട്ട് ഓർക്കിഡ് റോസ് സെയിലിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോർമൽ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് 150 രൂപ. ബാക്കി പ്ലാന്റ്സിനൊക്കെ സൈസ് അനുസരിച്ചിട്ട് റേറ്റ് ഉണ്ട് കേട്ടോ. അത് മദർ പ്ലാന്റ്സ് അങ്ങനെയാണ്. ഒത്തിരി ആളുകൾക്ക് ഡൗട്ടാണ്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോൾ ഏതൊരു പ്ലാന്റ് ആണെങ്കിലും അത് വളർന്ന് വലുതായി കഴിയുമ്പോൾ അതിൻ്റെതായ ചാർജ് ആ പ്ലാന്റിന് ഉണ്ട്. ഇപ്പോൾ ഇൻഡോർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. വളരെ ചെറിയ പ്ലാന്റ് സൈസിന് പോലും റേറ്റ് ഉള്ള ഒരു ഇതാണ് ഇൻഡോർ എന്ന് പറയുന്ന പ്ലാന്റ്. അത് വലിയ പ്ലാന്റ് എടുക്കുമ്പോൾ അതിൻ്റെ വലിയ റേറ്റിലോട്ടാണ് പോകുന്നത്. റോസ് പ്ലാന്റ്സും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ കൂടുതൽ സെയിൽ ചെയ്യുന്നത് മദർ പ്ലാന്റ്സ് ആണ്. എന്തുകൊണ്ടാണ് ഈ ചെറിയ പ്ലാന്റ്സ് എടുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൾക്കായിട്ട് നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല.
അപ്പോൾ നമ്മളിപ്പോൾ ചെന്നിട്ട് ഒരു 300 റോസ് അല്ലെങ്കിൽ ഒരു 200 റോസ് ബൾക്കായിട്ട് ഒരു വെറൈറ്റി കളക്ട് ചെയ്ത് കൊണ്ടുവരാമെന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ കയ്യിൽ 300 പീസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ എടുത്തു. പക്ഷെ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഒത്തിരി ഡാമേജ് ഉണ്ടാവും കേട്ടോ അതിന്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഓർഡറുകൾ പെൻഡിങ് ആവുന്നുണ്ട്. അടുത്ത ലോഡ് വരാൻ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ പെൻഡിങ് ആയിട്ടുള്ള എത്ര ഓർഡറുകൾ നമുക്കുണ്ടെന്ന് അറിയാം. കാരണം നമ്മുടെ കയ്യിൽ പ്ലാൻ ഉണ്ട്, പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യാണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ചെറിയ പ്ലാൻസ് ഒക്കെ ഇത്രയും ഇതിൽ തന്നെ ബൾക്കായിട്ട് തന്നെ എടുക്കേണ്ടി വരും. അങ്ങനെ കൊണ്ടുവരുന്ന പ്ലാൻസിന്റെ പകുതിയും മോശമാണെന്ന് പറയുമ്പോൾ എന്തൊരു അവസ്ഥയാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ എണ്ണ അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഓർഡർ തരുന്നത്. എനിക്ക് അങ്ങനത്തെ അവസ്ഥയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ പ്ലാൻസ് അധികം കളക്ട് ചെയ്യാത്തത്. ഇനി കളക്ട് ചെയ്താൽ തന്നെ സെലക്ട് ചെയ്തിട്ടൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട്. നമുക്ക് അത്യാവശ്യം ചെറിയ പ്ലാൻസ് എടുക്കുന്നതൊക്കെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കാറ്റലോഗിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അക്വാപെറ്റൽസ് എന്ന് പറഞ്ഞൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്. അതിലോട്ട് ആഡ് ആവണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ മദർ പ്ലാന്റിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ്. നിങ്ങൾ ഓർക്കിഡ് റോസ് കവർ റോസും അതുപോലെ ചെറിയ ചട്ടി റോസിനേക്കാളും കുറച്ചുകൂടി നല്ലത് വലിയ ചട്ടി റോസിൽ വളർന്ന പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്ന കേട്ടോ. അതിൽ തന്നെ പല സൈസിലുള്ളതുണ്ട്. കാരണം ചെറിയ പ്ലാന്റ്സ് ഒക്കെ നല്ല സെൻസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഓർക്കിഡ് റോസിൻ്റെ കാര്യത്തിൽ കേട്ടോ പിടിച്ചു കിട്ടിയ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നൊരു റോസും ആണ്. അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ട് നമ്മുടെ ഗാർഡനിൽ അലങ്കരിക്കാൻ പറ്റുന്നതും ഏകദേശം ഒന്ന് നമുക്ക് പടർത്തി വിടാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു റോസാണ് കേട്ടോ. ഇനി അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. ഇതൊരു പിങ്കും വൈറ്റും കൂടി കളർ കോമ്പിനേഷനുള്ള ഒരു ഇംഗ്ലീഷ് റോസ് ടച്ചൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമുക്ക് ഇതിൻ്റെ പ്ലാന്റ്സ് ഒത്തിരി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. നാടൻ ബഡ്ഡിങ്ങിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇലകളൊക്കെ കണ്ടറിയാം. നല്ല നാടൻ ബഡ്ഡിങ്ങിലാണ് നമുക്ക് ഈ പ്ലാന്റ്സ് കിട്ടിയിട്ടുള്ളത്. ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഒത്തിരി ഹൈറ്റ് വെച്ച് പോകുന്ന ഒരു റോസ് അല്ല. പിന്നെ പല റോസുകളും നമ്മളിപ്പോൾ മിനിയേച്ചറാണ് അല്ലെങ്കിൽ ഇപ്പോൾ ക്ലൈമ്പിംഗ് റോസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒത്തിരി ആളുകൾ അയ്യോ ക്ലൈമ്പിംഗ് റോസ് ആണ്. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ നമുക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സ്പേസ് എടുക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ നട്ടുവയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഏത് റോസ് ആണെങ്കിലും നമ്മൾക്ക് അവിടെ ഒരു പ്രോസസ്സുണ്ട്. റോസ് ഇത്രയും ആയി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ് ചെയ്യുക എന്നുള്ളത്. ഹാർഡ് പ്രൂണിങ്. ഈ പ്രൂണിങ് ചെയ്താലാണ് പ്ലാന്റ് വളരുള്ളൂ. ക്ലൈമ്പിംഗ് റോസ് ആണെങ്കിൽ ഒത്തിരി വളർന്നു പോയിട്ടാണ് ഒരു മൊട്ടിലൊക്കെ പൂവൊക്കെ ഉണ്ടായി വരുന്നത്. ചിലത് കുത്തി പൂക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രൂണിങ് ചെയ്യുവാണെങ്കിൽ ചെറിയ ഇതിൽ തന്നെ അത് ഇഷ്ടംപോലെ പൂക്കൾ തരും. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പ്ലാന്റ് കട്ട് ചെയ്ത് നന്നാക്കി വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് വലുതായി പോകുന്ന പ്ലാന്റ് ആണെന്നൊക്കെ വിചാരിച്ച് വാങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടമാണ് പ്ലാന്റ് എത്ര വലിപ്പം വയ്ക്കണം, ഏത് രീതിയിൽ വളർത്തണം. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കെയർ ചെയ്യുന്നതനുസരിച്ച് വരുന്ന ഒരു ഇതാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്, ലൈവ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണെങ്കിൽ പോലും വലിയ സ്ഥലങ്ങളിൽ വെച്ച് വളർത്തുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ നമ്മുടെ വീടുകളിലെ ടെറസിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ ഡ്രമ്മുകളിലും ചെറിയ ബക്കറ്റുകളിലൊക്കെ വളരെ വളർന്ന് ഇഷ്ടം പോലെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാം. അപ്പോൾ എല്ലാം മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സ്പേസ് പോകുന്നോർത്ത് വലിയ പ്ലാന്റ്സ് വാങ്ങാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് വെറൈറ്റി നമ്മൾ കൊണ്ടുവരുന്ന മിക്ക വെറൈറ്റി റോസുകൾ ഹൈറ്റ് വെച്ച് പോകുന്ന റോസുകളാണ്. അപ്പോൾ ഈ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു മിനിയേച്ചർ ടൈപ്പ്. മിനിയേച്ചർ ആണെങ്കിൽ പോലും കുറച്ചൊക്കെ അത്യാവശ്യം ഉയരം വെക്കൂട്ട്. ഇതൊരു ഷ്രബ് റോസ് ആണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. കളർ ഒരു അപ്പാര ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം വീഡിയോയിലെല്ലാം വ്യത്യാസപ്പെട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾക്ക് പ്ലാന്റ്സിൻ്റെ വലിപ്പം കാണിക്കുന്നതാണെങ്കിലും എല്ലാം നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് പോലും ആ ഒരു ഇതിനെ നമ്മൾ ചെറുതാക്കിയാണല്ലോ ഒരു വീഡിയോയിൽ കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഷെയ്ഡും. നല്ല ഭംഗിയുള്ളൊരു റോസാണ് കേട്ടോ ഇത്. കാണാൻ നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മദർ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്ലാന്റ്സേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള റോസുകളുടെയൊക്കെ ചെറിയ പ്ലാന്റൊക്കെ ചോദിക്കുന്നവരോട് അങ്ങനെ ചെറിയ പ്ലാന്റ് വരാറില്ല കേട്ടോ. വന്നാലും തന്നെ കുഞ്ഞു കവർ റോസാണ്, പിടിച്ച് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്ലാന്റ്സ് ചെറിയതെടുക്കാത്ത കേട്ടോ. ഇത് നമ്മുടെ നാടനായിട്ട് വരുന്ന നാടൻ ബഡ്ഡിങ്ങിൽ വരുന്ന നമ്മുടെ പർപ്പിൾ റോസാണ്. ഒത്തിരി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ്. അപ്പാര സുഗന്ധം എന്ന് പറഞ്ഞാൽ അത്രയും മനം മയക്കുന്ന സുഗന്ധമുള്ള ഒരു പ്ലാന്റ് ആണ്. നിങ്ങൾ നോക്കുക, ഇത് മദർ പ്ലാന്റും തൊട്ടടുത്തിരിക്കുന്നത് നമ്മുടെ നോർമൽ സൈസ് പ്ലാന്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു ഏകദേശം അന്തരം മനസ്സിലായില്ലേ രണ്ട് പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു ചെറിയ പ്ലാന്റ്സ് ഒക്കെയാണ് ഒരു 80 രൂപ കൊറിയർ ചാർജിൽ 3-4 പ്ലാന്റ് ഒക്കെ കയറുന്നതാണ്. താഴെ ഇരിക്കുന്ന
പ്ലാന്റ് എന്ന് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ കാണിക്കുന്ന മദർ പ്ലാന്റ് എത്ര വലുതാണെന്ന് നിങ്ങൾ നോക്കാം. അപ്പോൾ ഇതനുസരിച്ചാണ് ഇതിൻ്റെ CCയും വിലയും വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഏകദേശം വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളത്. ഞാൻ ആ 150ൻ്റെ പ്ലാന്റ് എന്നും പറഞ്ഞ് കാണിച്ചു തന്ന പ്ലാന്റ് ആ വീഡിയോയിൽ കാണുന്നതിലും വലുതാട്ടോ, വീഡിയോയിൽ ചെറുതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് നോക്കാം. നമുക്ക് പർപ്പിൾ റോസിൻ്റെ അടിപൊളി മദർ പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. നിങ്ങൾ നോക്കുക എത്രമാത്രം ഹെൽത്തി ആയിട്ട് എത്ര ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നോക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഒരു റോസ് പ്ലാന്റ് ആണ്. അത് നാടൻ ബഡ്ഡിങ് ആണ് ഈ പ്ലാന്റ് വരുന്നത്. ഇതെല്ലാം ഓൺ റൂട്ട് ചോദിക്കുന്നവരോട് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒന്നും ഓൺ റൂട്ട് അങ്ങനെ വരുന്നില്ല കേട്ടോ. വെറൈറ്റി പ്ലാന്റ്സ് വേണമെങ്കിൽ നാടൻ ബഡ്ഡിങ്ങിൽ തന്നെ എടുക്കേണ്ടി വരും. ഓൺ റൂട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി വെറൈറ്റീസുകളൊന്നും വരാറില്ല, എനിക്കങ്ങനെ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റോസ് എന്ന് പറയുന്നത് വലിയ പൂക്കളിൻ്റെ ആണ്, നല്ല വലിപ്പമുള്ള പൂക്കളിൻ്റെ ആണ്. അത്യാവശ്യം ചാണകപ്പൊടി ഇട്ട് വളർത്തിയാൽ തന്നെ വലിപ്പമുള്ള പൂക്കൾ തരുന്നതാണ്. എങ്കിൽ നിങ്ങൾ കുറച്ചധികം DAPയും അതുപോലെ തന്നെ റോസിന് വേണ്ട കെയറിങ്ങും കൊടുത്തു കഴിയുമ്പോൾ എന്തുമാത്രം മനോഹരമായിട്ട് ഇത് ഉണ്ടാവും നിങ്ങൾ നോക്കാട്ടോ. ഒത്തിരി കസ്റ്റമർ റിവ്യൂ കിട്ടിയിട്ടുള്ള ഒരു റോസാണ് ഇത്. ബ്ലൂ മൂൺ വെറൈറ്റിയിൽ വരുന്ന പർപ്പിൾ റോസാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ്. നമുക്ക് ഇതിൻ്റെ 150യുടെ പ്ലാന്റൊക്കെ അവൈലബിൾ ആയ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇനി കിട്ടാനുള്ളവരുണ്ട് കേട്ടോ, പെൻഡിങ്ങിൽ ഇരിക്കുന്നവരുണ്ട്. നമുക്കിപ്പോൾ 150യുടെ പ്ലാന്റ് വരുന്നത് നിന്നു. ആ ഒരു സമയത്ത് ഞാൻ പ്ലാന്റ് കിട്ടിയ സമയത്ത് സെയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമുക്കില്ല, ഇപ്പം മദർ പ്ലാന്റ്സ് ആണ്. ഇങ്ങനെയുള്ള പ്ലാന്റ്സ് കൂടുതലും മദർ പ്ലാന്റാണ് വരുന്നത്. നിങ്ങൾ നോക്കുക കേട്ടോ. ഒരു ചില്ല, ഇപ്പോൾ ഇതൊക്കെ ചില്ല റോസ് പ്ലാന്റ്സിനെ ചില്ല എന്നൊക്കെ പറയുന്നതാണ്, ബ്രാഞ്ചസ് എന്നൊക്കെ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒക്കെ നമ്മളെപ്പോഴും ട്രീകൾക്കാണ് പറയാറെങ്കിലും ഞാൻ പറയുവാണ് ഇതിൻ്റെ ബ്രാഞ്ചസ് എത്രമാത്രം ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര കട്ടിയുള്ള പ്ലാന്റ്സ് ആണെന്നൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ മദർ പ്ലാന്റ്സ് സ്റ്റാർട്ടിംഗ് റേറ്റ് വാങ്ങുന്നവരോട്, മദർ പ്ലാന്റ് സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ റോസ് അല്ല. കുഞ്ഞു റോസ് നോർമൽ സൈസ് പ്ലാന്റിൽ നിന്നും കുറച്ച് വലിപ്പം ഉണ്ടാവും, കുറച്ചധികം റൂട്ട്സ് ഉണ്ടാവും. അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് ഈ സ്റ്റാർട്ടിംഗ് റേറ്റിൽ വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെ വേണമെങ്കിൽ ഈ ഒരു സൈസ് തന്നെ എടുക്കണം കേട്ടോ. അല്ലാതെ മദർ പ്ലാന്റ് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് പേയ്മെന്റ് ചെയ്തിട്ട് വലിയൊരു പ്ലാന്റ് പ്രതീക്ഷിച്ചിരിക്കരുത്. നമ്മളെല്ലാ പ്ലാന്റ് വീഡിയോയിൽ കാണിച്ചിട്ടും കറക്റ്റായിട്ട്, അല്ലാണ്ട് ഒരു ഇമേജ് കൊടുത്തിട്ട് ഈ ഓർഡർ ചെയ്യുന്ന ഒരു രീതിയല്ല നമ്മുടേത്. നിങ്ങൾക്കറിയാലോ, കറക്റ്റായിട്ട് പ്ലാന്റ് സൈസ് കാണിച്ചിട്ടുള്ള വീഡിയോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത്, ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല, പക്ഷേ ഇത് പീസാ ലവ് പോലെ ഉണ്ടല്ലോ. ഇത് പീസാ ലവ് അല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, പീസാ ലവിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റോസാണ്. നന്നായിട്ട് ഇത് ക്ലൈംബ് ചെയ്ത് പോകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് ഞാൻ ഇതിന് മുന്നേ ഗാർഡനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് വാങ്ങിയേക്കുന്നത് എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മുടെ ഗാർഡനിൽ നിന്ന് പ്ലാന്റ്സ് എടുക്കുന്ന സോനാമാമാണെന്ന് തോന്നുന്നു. അത്രയും വലിപ്പമുള്ള റോസ് ആയിരുന്നു ഇത്. നല്ല ക്ലൈംബ് ചെയ്ത് നിങ്ങൾ നോക്കാട്ടെ. ഇതിൻ്റെ നാടൻ ബഡ്ഡിങ് ആണ്. ഇതിലിങ്ങനെ മഞ്ഞ നിറത്തിൽ, നമ്മൾ എത്ര ഹെൽത്തി പ്ലാന്റ് ആണെങ്കിലും അതിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ മഞ്ഞ നിറത്തിൽ, കാരണം മഴയും കൂടി ആയതുകൊണ്ട് സ്പോട്ടൊക്കെ ഇലകളിലുണ്ടാവും. ബ്ലാക്ക് സ്പോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ മഞ്ഞ നിറം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൽ കാണുന്ന ബഡ് വേണമെങ്കിൽ നമുക്ക് ഒടിച്ചു കളയാം, അതിൻ്റെ ആവശ്യമില്ല. കാരണം അത്രയും ബഡ് നന്നായി പിടിച്ചു നിൽക്കുന്ന മദർ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. നല്ല അടിപൊളി റോസാണ് കേട്ടോ ഇത്. പീസ് ആൻഡ് ലവ് അല്ല ഇത്. അതിന് ഒരു സാമ്യം, കളർ ഇത്തിരി സാമ്യം ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ അടിപൊളിയായിട്ടുള്ള റോസാണ്. അതിൻ്റെ ആ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി അടുത്തത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്, എൻ്റെ പൊന്നോ, നമ്മുടെ ഗാർഡനിൽ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു റോസാണ് കേട്ടോ. ഓറഞ്ച് കളറിൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന അടിപൊളി വെറൈറ്റിയാണ് ഇത്. ഒരു ഫ്രഞ്ച് ലിബ്രി എന്ന് പറയുന്ന ഒരു റോസ് പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ ഫാമിലിയിൽ പെടുന്ന ഒരു വെറൈറ്റി ആണ്. നമ്മൾ ഇതിന് മുന്നേ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെ ഇപ്പോഴാണ് ഈ പ്ലാന്റ് വന്നിട്ടുള്ളത്. അടിപൊളി കളറാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു പ്ലാന്റേ ഉള്ളൂ. നമുക്ക് അല്ലാതെ ഓറഞ്ച് വേണമെങ്കിൽ ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക്. അത് ഒരുപാട് സെയിൽ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല കട്ട ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതിപ്പോൾ ഈ കളർ കാര്യം പറഞ്ഞപ്പോഴാണ്, നമുക്ക് ഈ വരുന്ന റോസുകൾ നമ്മുടെ ക്ലൈമറ്റിലോട്ട് എത്തിക്കഴിയുമ്പോൾ കുറച്ച് കളർ ചേഞ്ച് സ്വാഭാവികമായിട്ടും കാണിക്കും. ഓൺ റൂട്ട് റോസുകളാണെങ്കിൽ പോലും അത് കാണിക്കും. കുറച്ച് നമ്മുടെ ക്ലൈമറ്റായിട്ട് ഇണങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് അവരുടെ യഥാർത്ഥ രീതിയിലൊക്കെ ഒന്ന് വിരിഞ്ഞു വരുള്ളൂ കേട്ടോ. ഇപ്പോൾ ഏതൊരു ജീവനുള്ള ഏതൊരു വസ്തുവാണെങ്കിലും പുതിയൊരു അന്തരീക്ഷത്തിലോട്ട് പോയി കഴിയുമ്പോൾ വളരെ പാടാണ് അവർക്ക് ഇണങ്ങി ജീവിക്കാനായിട്ട്. അത് ഇണങ്ങിക്കഴിഞ്ഞാലാണ് ആ ഒരു രീതിയിലോട്ട് വരുന്നത്. ഇനി അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതും ഒരു
അടിപൊളി കളറാണ്. നമുക്ക് ആകെ 3 പ്ലാന്റ് ഇതിൻ്റെ മദർ പ്ലാന്റ് എത്തിയിട്ടുള്ളൂ. ഇതൊക്കെ വളരെ വെറൈറ്റി ആയിട്ട് കിട്ടുന്ന റോസുകളാണ് കേട്ടോ. മദർ പ്ലാന്റിൽ വരുമ്പോഴാണ് ഇവരൊക്കെ വെറൈറ്റി ആവുന്നത്. ഇതിൻ്റെ ആ ഒരു കളറ് എനിക്ക് എങ്ങനെ ഇതിൻ്റെ കളർ പറയുന്ന അറിയില്ല. ലൈറ്റ് പീച്ച് ഷെയ്ഡാണോ അറിയില്ല. നിങ്ങൾ ഈ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വളർന്നു പോയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കണ്ടോ. ഒത്തിരി വലിയ മൊട്ടുകളാണ്. ഇവർ വലിയ ഫ്ലവറാണ് ഇവരിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി വലിയ മൊട്ടുകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഈ അടുത്തിരിക്കുന്ന ആളെ മനസ്സിലായോ? വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടവരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യണം. ഇതൊന്നും നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് ഇത് 2-3 പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് കാറ്റലോഗിൽ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. കാരണം കാറ്റലോഗിൽ നമ്മൾ കൊടുക്കുന്ന എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്, ഇനി നിങ്ങൾക്ക് പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെയാണ് നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഈ റോസൊക്കെ ഈ പ്രാവശ്യം വന്നേക്കുന്നതാണ്. ഇത് ഇനി വരുമോ എന്ന് നോക്കിയിട്ട് വേണം ഇവരെ പ്രീ ഓർഡറിൽ ഇടാൻ പറ്റുമോ എന്ന് അറിയാനൊക്കെ. അപ്പോൾ അടിപൊളി പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത്. വലിയ ഫ്ലവർ ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ ഫ്ലവറൊക്കെ കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ ഉണ്ടാവുന്നത്. ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കുന്ന ഒത്തിരി ആളുകളെ എനിക്കറിയാം കേട്ടോ. ഞാൻ സെയിൽ തുടങ്ങിയ സമയത്ത് എൻ്റെ ഡൗട്ടാണ് ഇതൊക്കെ ഇങ്ങനെ വിരിയുമോ എന്നുള്ളത്. പക്ഷേ വിരിയും. കാരണം മാസങ്ങളായിട്ട് നമ്മുടെ ഗാർഡനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. അത് മദർ പ്ലാന്റ്സ് തന്നെ കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇതുപോലെ തന്നെ വളർത്തി വലുതാക്കി നമുക്ക് പിക്കൊക്കെ അയച്ച് തരാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത്രയും കോൺഫിഡൻസ് ആയിട്ട് ഇങ്ങനെ പൂ വിരിയും. പക്ഷെ നല്ല രീതിയിൽ കെയർ ചെയ്യണം കേട്ടോ. എന്നെക്കൊണ്ട് സാധിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒന്നും നട്ട് വളർത്തിയിട്ടില്ല. റോസ് പ്ലാന്റ്സ് പൊതുവെ വളർത്തുന്നത് കുറവാണ് കേട്ടോ. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരാളെ കാണിച്ചു തരാമെന്ന്. ഈ ഒരു പ്ലാന്റ് ഇത് ജുമേലിയയിൽ വരുന്ന ഒരു വെറൈറ്റി. ജുമേലി 2-3 കളറുകളിൽ കിട്ടാറുണ്ട്. ഈ ജുമേലിയ പ്ലാന്റ് ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി ആളുകൾ ഇത് വേണം പ്രീ ഓർഡർ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഇതിൻ്റെ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ കാണിച്ച ആ ഒരു പീച്ച് റോസിൻ്റെ അരികത്തായിട്ട് ഇരുന്നത്. അപ്പോൾ നമ്മുടെ ഷോർട്സ് വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് എന്നോട് ഈ പ്ലാന്റ്സ് ചോദിച്ചായിരുന്നു. അപ്പോൾ ആ സമയം ഞാൻ പറഞ്ഞത് പ്രീ ഓർഡർ എടുത്ത് തുടങ്ങിയിട്ടില്ല, പ്രീ ഓർഡർ വേണമെങ്കിൽ ചെയ്യാമെന്നാണ്. അപ്പോൾ അന്ന് ചെയ്യാത്തവർക്ക് ഇപ്പോൾ സങ്കടം തോന്നാം. കാരണം ഒരു പ്ലാന്റ് വീണ്ടും വന്നിട്ടുണ്ട്. ഇത് ആർക്ക് കിട്ടുമെന്ന് അറിയില്ല. ഇപ്പോൾ പ്രീ ഓർഡർ ചെയ്തിടുകയാണെന്നെങ്കിൽ ആ പ്ലാന്റ് ആ ഓർഡർ ചെയ്ത ആൾക്കാണ് സ്വന്തമാകുള്ളൂ. നമ്മുടെ ഈ സെയിൽ പോസ്റ്റിൽ പോലും വരില്ലായിരുന്നു. അപ്പോൾ അത് അന്ന് ചോദിച്ച ആളുകൾ ഇതിൽ കാണുന്നുണ്ടോ? അതിൽ ആർക്ക് കിട്ടും എന്ന് എനിക്കറിയില്ല കേട്ടോ. മെസ്സേജ് അയച്ചിട്ട് നമ്മൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് ഈ പ്ലാൻസ് ഓർഡർ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരാൾക്ക് അത് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതാണ് പ്രീ ഓർഡറിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. പ്രീ ഓർഡർ ചെയ്യുവാണെന്നെങ്കിൽ ആ ചെയ്ത ആൾക്കാരിന് ഇത് കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ആ ഒരു ഷോർട്സ് വീഡിയോയിൽ ഇട്ട റോസിനേക്കാളും വലിപ്പമുള്ളതാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പുതിയ തളിരൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെയുള്ള പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഫ്ലവർ ഉണ്ടായി അത് കൊഴിയാറാവുന്ന ടൈമിൽ തന്നെ തൊട്ടടുത്തുന്നതായിട്ട് തളിര് വന്ന് തുടങ്ങും. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഈ പ്ലാന്റ്സിനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ വലിപ്പമുള്ള ഫ്ലവർ ഉണ്ടാവണമെങ്കിൽ DAP കൊടുക്കണം, പ്രത്യേകം കെയറിങ് കൊടുക്കണം. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റോസുകളാണ്. വളർത്തിയെടുക്കാൻ കുറച്ച് പാടുപെടും ഈ പ്ലാന്റ്സ്. കാരണം പാടുപെടും എന്നല്ല, പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ കുഴപ്പമില്ല. ഫ്ലവർ നല്ല സുന്ദരിയായിട്ട് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് വെറുതെ നട്ട് വെച്ച് അങ്ങനെ പറ്റില്ല കേട്ടോ. നന്നായിട്ട് തന്നെ നോക്കിയാലാണ് ഇതുപോലുള്ള പ്ലാന്റ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ തരുള്ളൂ. ഇനി അടുത്തത് ഗോൾഡൻ യെല്ലോ റോസ് ആണ് കേട്ടോ. നമ്മളിത് ഗോൾഡൻ യെല്ലോ റോസ് എന്ന് പറഞ്ഞാണ് സെയിൽ ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ക്ലൈംബിംഗ് പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് കുറച്ച് വലിയ മദർ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. എല്ലാ പ്ലാന്റ്സും ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കത്തില്ല. ഇതിൽ തന്നെയുള്ള പല പ്ലാന്റ്സും സ്റ്റിക്കിൻ്റെ സപ്പോർട്ട് കൂടി തന്നെയാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പം ഈ പ്ലാന്റിൻ്റെ സൈസിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. മദർ പ്ലാന്റ് ആണ് കേട്ടോ. അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു മഞ്ഞ റോസാണിത്. അപ്പോൾ യെല്ലോ റോസൊക്കെ കളക്ട് ചെയ്യണവർക്ക് ഈ റോസ് വാങ്ങാം കേട്ടോ. എനിക്കിതൊരു മാമ്പഴം മഞ്ഞ നിറത്തിലൊക്കെയാണ് ഈ റോസ് പ്ലാന്റ് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. നല്ല ഭംഗിയുള്ള റോസാണ്. ക്ലൈംബ് ചെയ്ത് പോകുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ഗോൾഡൻ യെല്ലോ എന്നുള്ള ഐഡിയയിലാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. ഒത്തിരി പ്ലാന്റ്സ് ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മദർ പ്ലാന്റ്സ് ആയതുകൊണ്ട് ഒത്തിരി പ്ലാന്റ്സ് ഇല്ല. കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മദർ പ്ലാന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 180ക്കാണ് നമ്മൾ സെയിൽ ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഉള്ളത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെറിയ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് സൈസ് ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് വലിയ പ്ലാന്റ് ആണ്. ഇത് ഓറഞ്ച് മെമ്മോറിയൽ റോസ് ആണ് കേട്ടോ.
അടിപൊളിയായിട്ട് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ്. വ്യത്യാസമുണ്ട് കേട്ടോ, പെറ്റൽസ് ഒക്കെ വിരിയുന്നതിൽ വ്യത്യാസമുണ്ട്. നോക്കുക, ഒരു എനിക്ക് ചെമ്പരത്തി പൂവൊക്കെ വിരിഞ്ഞിങ്ങനെ നല്ല വലിപ്പത്തിലൊക്കെ നിൽക്കില്ല, അതുപോലെയാണ് നിൽക്കുന്നത്. ഒരു പൂവ് അതിൽ ഒരു പൂവെന്നല്ല കേട്ടോ, നമുക്ക് മിക്ക റോസ് ഫ്ലവറും ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. എല്ലാ പ്ലാന്റിലും ഒരു ഫ്ലവറെങ്കിലും ഒടിഞ്ഞു പോയിട്ടുണ്ടാകും. ഈ ലോഡ് ഇറങ്ങുന്ന സമയത്ത് വരുന്നതാണ്. ചില ഫ്ലവറൊക്കെ വെയിറ്റ് കൊണ്ടൊക്കെ ഒടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കാണുമ്പോൾ സങ്കടം ആവും. നല്ലൊരു ഇതൊക്കെയാണ്. ചിലത് അതിൽ നിന്ന് തന്നെ വിരിയും കേട്ടോ, അതുകൊണ്ട് കട്ട് ചെയ്ത് കളയാറില്ല. ഇനി അടുത്തത് നമുക്കിതാ യെല്ലോ റോസ്. ഇത് ഏത് റോസാണെന്നറിയോ? ഹവായി യെല്ലോ റോസിന്റെ മദർ പ്ലാന്റ് ആണ്. ഹവായി യെല്ലോ റോസിന്റെ വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ, ചെറുതല്ല, വലിയ മദർ പ്ലാന്റ് ആണ്. അപ്പൊ ഈ റോസൊക്കെ ഒത്തിരി ആളുകൾ ചോദിക്കാറുണ്ട്. ഞാനപ്പോൾ പറയും, നിങ്ങൾ പ്രീ ഓർഡർ ചെയ്തിടൂ, പ്ലാന്റ് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സെയിൽ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ 1, 2, 3 പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വലിപ്പമുള്ളത് ഉണ്ടാവുള്ളൂ. അത് സെയിൽ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര പേര് അത് ചോദിച്ചു വരുമെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒത്തിരി ആഗ്രഹിക്കുന്നവർക്ക് അത് മിസ്സാവും. അപ്പോൾ നിങ്ങൾ പ്രീ ഓർഡർ ചെയ്ത് വിടുവാണെങ്കിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഹവായി യെല്ലോ റോസിൻ്റെ അടിപൊളി പ്ലാന്റ് ആണ്. ഈ ഒരു മദർ പ്ലാന്റും ഉണ്ട്, പിന്നെ ഇതിൻ്റെ ചെറിയൊരു സൈസും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വേണ്ടവർക്ക് ചോദിക്കാം. ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് പ്രീ ബുക്കിങ്ങിലുള്ള പ്ലാന്റ്സ് ആണ്, നിങ്ങൾക്ക് പ്രീ ഓർഡർ വേണമെങ്കിൽ ചെയ്തിടാം കേട്ടോ. അപ്പം ഇനി അടുത്ത റോസ് ഏതാണെന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ പറയട്ടെ, ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ വേറെ കുറച്ച് റോസും കൂടി കാണിക്കാനുണ്ട്. ഒന്നാമതേ എൻ്റെ സെയിൽ വീഡിയോയിൽ ലെങ്ത് കൂടുതലാണ്, എനിക്ക് പെട്ടെന്ന് പറഞ്ഞ് തീരുന്നതിനോട് യോജിപ്പില്ല. ഞാൻ പ്ലാൻസ് വീഡിയോ നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും സംസാരിക്കുന്നത് തന്നെ. കൂടുതലും ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ക്ലിപ്സ് കറക്റ്റായിട്ട് കാണിക്കാനാണ് ഇത്രയും സംസാരിക്കുന്നത് തന്നെ കേട്ടോ. ഇനി അടുത്തത് നമുക്ക് അടിപൊളി റോസാണ്. ഇത് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂവും നമ്മുടെ വയലറ്റ് റോസൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു റോസാണ്. പക്ഷെ ഇത് ക്രീപ്പറാണ് കേട്ടോ, അടിപൊളി ക്രീപ്പർ വെറൈറ്റി ആണ്. നമുക്കിത് ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ആവശ്യമുള്ള ഒരാൾക്കത് കിട്ടുള്ളൂ. കാരണം ഒരു പ്ലാന്റ് വളരെ വെറൈറ്റി ആയിട്ടുള്ള റോസാണ്. അത്യാവശ്യം റേറ്റിലാണ് ഇത് സെയിൽ ചെയ്യുന്നത്. കാരണം ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ്, വയലറ്റ് കളറിൽ വന്നിട്ടുള്ള ക്രീപ്പർ വെറൈറ്റിയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്ലവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റോസൊക്കെയാണ് മെയിനായിട്ടും നമ്മുടെ ഗാർഡനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് മഴയൊക്കെ കൊണ്ടുവരുമ്പോൾ വിരിയുന്ന പ്ലാന്റിലൊന്ന് വ്യത്യാസമൊക്കെ വരുന്നത്. പക്ഷേ അത് കറക്റ്റായിട്ട് തന്നെ ഫ്ലവർ വിരിയും കേട്ടോ. ഈ മിഡ് നൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് റോസ് ഒക്കെ ഓൺ റൂട്ടിൽ തന്നെ കളർ ചേഞ്ച് വന്ന് വിരിയുന്ന ആളുകളാണ്. അപ്പം ഞാനത് പറയാൻ കാര്യം, നമുക്ക് പ്ലാന്റ്സിൽ നമ്മുടെ ക്ലൈമറ്റായിട്ട് വന്നു കഴിഞ്ഞാലാണ് അത് നന്നായിട്ട്, കുറച്ച് നാൾ കഴിഞ്ഞാലാണ് നന്നായിട്ട് ഫ്ലവർ വിരിയുന്നതെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓർമ്മിപ്പിച്ചത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ കാണിച്ചത് ഒരു അടിപൊളി വെറൈറ്റിയാണ്. അത് പ്രീ ഓർഡർ ഞാൻ എടുക്കില്ല കേട്ടോ, കാരണം അത് ഫസ്റ്റ് ടൈം കിട്ടുന്നത്, ഇനി വരുമോയെന്ന് അറിയില്ല. അപ്പോൾ റേറ്റ് ഉണ്ട് അത്യാവശ്യം. ആർക്കെങ്കിലും വേണമെങ്കിൽ മദർ പ്ലാന്റ് കൂടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് റേറ്റ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അതൊരു ക്രീപ്പർ വയലറ്റ് കളർ വെറൈറ്റിയാണ് കേട്ടോ. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പിങ്ക് കളറിൽ ക്ലൈംബ് ചെയ്ത് പോകുന്ന അടിപൊളി ഒരു റോസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്ക് പിങ്ക് കളറിലെ 2 പ്ലാന്റ് വെറൈറ്റി പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് അല്ല, ഇനി വിരിയാൻ പോകുന്ന വേറൊരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വിരിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാൻ വീഡിയോ ഇടോളെ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണോ, വെറൈറ്റി ആൾക്കാരെയൊക്കെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ അക്കോപെറ്റൽസ് എന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും മതി. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാരണം വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനെ മൊട്ട് വിരിയാനുള്ള റോസുകളൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ യൂട്യൂബിലാണെങ്കിൽ അപ്ലോഡ് ചെയ്യും. ഇനി അങ്ങനെ യൂട്യൂബിലില്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലായിരിക്കും കേട്ടോ കൊടുക്കുക. അടിപൊളി റോസാണ്, എന്ത് ഭംഗിയാന്നൊക്കെ കാണാനായിട്ട്. വലിയ ഫ്ലവറായിട്ട് വിരിയുന്നത്. ഇതൊക്കെ മുകളിലോട്ട് വലിപ്പം വെച്ച് പോകുന്ന പ്ലാന്റ്സ് ആണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ അത്ര വലിപ്പത്തിൽ വേണ്ടെങ്കിൽ കട്ട് ചെയ്ത് നിർത്താവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്ന എൻ്റെ അമ്മ ഓറഞ്ച് റോസിൽ ഇത്രയും വലിയ ഫ്ലവർ ഉണ്ടാവുന്ന വേറൊരു വെറൈറ്റിയാണ്. ഇത് ഫ്ലവറിൻ്റെ ആ ഒരു വലിപ്പം മാത്രമല്ല, ബിഗ് ലീവ്സ് എന്ന് തന്നെ പറയാം. അത്രയും വലിപ്പമുള്ള ഇലകളും എന്ത് ഫ്രഷായിട്ട് നിൽക്കുന്ന സുന്ദരിയായിട്ടുള്ള റോസാണെന്നറിയോ. ഇത് മുകളിലോട്ട് ക്ലൈംബ് ചെയ്ത് പോകുന്ന ഒരു റോസ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പെറ്റൽസ് അല്ലെങ്കിൽ ഫ്ലവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് പോകുന്ന റോസാണ്. നമ്മുടെ ഡേവിഡോസ്റ്റ് റോസൊക്കെ നന്നായിട്ട് വിരിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കില്ലേ, അതുപോലെ നിൽക്കുന്ന ഒരു റോസാണ് കേട്ടോ. ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് വെറൈറ്റിയാണ്. ഐഡിയ എനിക്കറിയില്ല, കാരണം എൻ്റെ ഗാർഡനിൽ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ വരുന്നത് തന്നെ. ഈ ഒരു കാണുന്ന ഓറഞ്ച് നിറമാണ്. ഇതൊരു ഓറഞ്ച് റെഡ് കലർന്ന ഒരു റോസ് പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബൾക്കായിട്ട് ഞാൻ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇതുപോലുള്ള കുറച്ച് വെറൈറ്റി റോസുകളൊക്കെയാണ്. അതിൽ മൊട്ട് വിരിയാൻ ഞാൻ
കാത്തു നിൽക്കുന്ന അടിപൊളി റോസുകളൊക്കെ ഉണ്ട്. ഞാനത് അടുത്ത വീഡിയോയിലാണ് പോസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു അത്ര കൈൻഡായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഞാനിടുന്ന അപ്ഡേഷൻസും കാര്യങ്ങളും യൂട്യൂബിൽ നോക്കുക. വാട്സപ്പ് വഴിയല്ല അപ്ഡേഷൻ തരുന്നത്, യൂട്യൂബ് വഴിയാണ്. യൂട്യൂബിൽ വീഡിയോ കാണാൻ കഴിയാത്തവർക്കാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ഡേഷൻ കൊടുക്കുന്നത്, എഴുതിയിട്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വാട്സപ്പിൽ എന്താണോ എന്നോട് ചോദിക്കുന്നത്, ഞാൻ അന്നേരം എന്താണോ മറുപടി തരുന്നത്, സെയിം തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത്, പ്ലാൻസ് എന്താണ് അയക്കുന്നത്, ഇപ്പോൾ എന്തെങ്കിലും ഡിലേ വരുമ്പോഴായിരിക്കും അല്ലേ, കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും റീസൺ ആണെങ്കിൽ എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ് കൊടുക്കുള്ളൂ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ നാളെ 6 മണിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതെന്തായാലും കാണണം, കാണാതിരിക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ. ഇത്രയേ ഉള്ളൂ എന്ന് പറയാനായിട്ട് അടിപൊളി റോസുകളും വെറൈറ്റി ആയിട്ടുള്ള റോസുകളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതിൽ ചില റോസുകളൊക്കെ ഒത്തിരി ഉണ്ട്, ചില റോസുകളൊക്കെ 1-2 പീസൊക്കെ ഉള്ളൂ. അത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.